വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഞാൻ വിചാരിച്ചൊരു ബ്രൈഡൽ മേക്കപ്പ്, ബ്രൈഡൽ അല്ല, ഒരു ഫംഗ്ഷൻസിനൊക്കെ പോണ ചെറിയൊരു മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചേ. നമ്മളെ കയ്യിൽ മാത്രം ഒതുങ്ങുന്ന പൈസയ്ക്ക് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാമേ. ഇതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ വിചാരിച്ചൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് വന്നിട്ട് ഞാൻ ഒരു സാരി ലുക്കാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലൗസ് വന്നിട്ട് സ്ലീവ്ലെസ്സും ആണ്. പിന്നീട് ഈ ഒരു ഡിസൈനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ബട്ടർഫ്ലൈ ഒക്കെ. എനിക്ക് ഇങ്ങനത്തെ ബ്ലൗസിലൊക്കെ ഡിസൈൻ ചെയ്യുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ദേ സാരിയൊക്കെ കൊടുത്തിട്ട് വന്ന്. അപ്പം നിങ്ങൾ എന്നെ പോലെ തടി ഇല്ലാത്തവരാണെങ്കിൽ ഇത് ഇങ്ങനെ മാത്രമേ സാരി എടുക്കാവുള്ളൂ കേട്ടോ. എടുത്ത് കൊടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മളെ കാണാൻ തടി തോന്നിക്കെങ്കിലും നമ്മളെ ചിലവർക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഈർക്കലില് സാരി ചുറ്റി വെച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നി. എന്തായാലും വീട്ടിലേക്ക് പോവാല്ലേ. മുഖത്ത് എന്തിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഫേസ് വാഷ് ഉപയോഗിക്കണം. യാതൊരു സാരിയെല്ലാം ഉടുത്തും പോയി ഇനി എങ്ങനെ കഴിവൊന്നും അറിയത്തില്ല. ഈ ഒരു ഫേസ് വാഷ് നല്ല ഫേസ് വാഷ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്തോട്ടോ. ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്നു. ആദ്യം തന്നെ ഞാൻ നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഹെവി ആയിട്ട് മേക്കപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മോയ്സ്ചറൈസർ എത്രമാത്രം ഇടാൻ പറ്റുമോ അത്രത്തോളം ഇടണം കേട്ടോ. മോയ്സ്ചറൈസർ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എഡിറ്റ് ചെയ്യുന്ന സമയം ഞാൻ കണ്ടില്ല, സോ എനിക്കത് ഇടാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് അടുത്ത് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം അല്ലേ. മെയിൻ ആയിട്ട് നമ്മളെ കയ്യിൽ രണ്ട് പ്രോഡക്ട്സുകൾ എന്തായാലും കാണുമല്ലോ, ഒന്ന് സൺസ്ക്രീൻ ഒന്ന് മോയ്സ്ചറൈസർ. പക്ഷെ പണ്ടൊന്നും ഇങ്ങനത്തെ സ്റ്റെപ്പ് ഒന്നും ഇല്ലായിരുന്നു, സൺസ്ക്രീനും ഇല്ലായിരുന്നു മോയ്സ്ചറൈസറും ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് പൗഡർ ഒക്കെ ഇട്ടിട്ടായിരുന്നു സ്കൂളിലൊക്കെ പോകുന്നത്. 90s കിഡിനൊന്നും ഈ പൗഡർ ഒരിക്കലും മറക്കാൻ പറ്റില്ല, കാരണം നമ്മൾ പൗഡർ ഇട്ട് മാത്രമായിരുന്നു അന്നൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ കിഡ്സിന്റെ കാര്യമാണെങ്കിൽ പറയാനാണെങ്കിൽ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, സിറം അങ്ങനെ ഇങ്ങനെയൊക്കെ തേച്ചിട്ടൊക്കെ ആയിരിക്കും പോകണം. എനിക്ക് ഇപ്പോഴത്തെ വെയിലാണെങ്കിൽ സൺസ്ക്രീൻ ഇടാതെ പുറത്തു പോകാനും പറ്റില്ല. പിന്നെ ഫേസിൽ നന്നായിട്ട് സൺസ്ക്രീൻ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കാസ്റ്റ് നല്ല കൂടുതലായതുകൊണ്ട് എങ്ങനെയൊക്കെയോ തുടച്ചൊന്ന് സെറ്റ് ആക്കിയിട്ട് അടുത്ത് നമ്മളെ കയ്യിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ലെങ്സ്. ഫംഗ്ഷൻസിനൊക്കെ ഇങ്ങനത്തുള്ള ലെങ്സ് ഒക്കെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ക്ലാസിക് ലുക്ക് കിട്ടും കേട്ടോ. ഇത് അക്വാ കോജിക്കയുടെ മോച്ച ബ്രൗൺ കളറാണ് കേട്ടോ. ലെങ്സ് വെക്കുന്ന ഒരു യുദ്ധമായോണ്ട് തന്നെ ഞാൻ അത് അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നു. ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമ്മളെ കയ്യിൽ വേണ്ടപ്പെട്ട ഒരു കാര്യം ഇത് ഇങ്ങനത്തുള്ള ബ്രൈഡൽ കിറ്റുകളെ വാങ്ങുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ പ്രോഡക്റ്റ് വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല. ഞാൻ വാങ്ങിച്ചേക്കുന്ന ബ്ലൂ ഹെവന്റെ ബ്രൈഡൽ കിറ്റ് ആണ് കേട്ടോ. ഇതിൽ തന്നെ ബ്ലഷും ഐഷാഡോ കിറ്റും മസ്കാരയും എല്ലാം ഒരേപോലെ കിട്ടുന്നുണ്ട്. ഞാൻ മേക്കപ്പിന് ഞാൻ ഒരു ഫൗണ്ടേഷൻ എടുത്ത് എൻ്റെ ഫേസ് മൊത്തം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മെയിൻലി നമ്മളെ കണ്ണിൻ്റെ താഴെയാണ്, പിന്നീട് നമ്മൾ മൂക്കിൻ്റെ ആ ഒരു നമ്മൾ ചിരിക്കുന്ന ആ ഒരു സൈഡ് ഉണ്ടല്ലോ, അവിടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട ഫൗണ്ടേഷനെല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. പിന്നീട് ഞാൻ എടുത്തേക്കുന്ന ഐഷാഡോ ആണ് കേട്ടോ. ഇതിൽ വന്നിട്ട് 4 കളറാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് ഈ ഒരു ഐഷാഡോ കിറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളെ കണ്ണിൽ ഈ ഒരു റെഡിഷ് കളർ ഇടുമ്പോൾ നമ്മളെ കണ്ണ് ഒത്തിരി ഭംഗിയായിട്ട് തോന്നി. ഇത് ഈ 2 കണ്ണിലും ഈ ഒരു റെഡിഷ് കളർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലൊരു വൈറ്റ് കളർ ഉണ്ട് കേട്ടോ, ഒരു എന്താ പറയുക നമ്മളൊരു സ്കിൻ കളർ മാതിരത്തിലുള്ളൊരു കളർ. അത് ഈ കണ്ണിൻ്റെ ഈ അറ്റത്ത് മാത്രം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. 2 കണ്ണിലും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ബ്ലഷ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ബ്രഷ് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇടുമ്പോൾ നമ്മൾ ബ്ലഷ് കറക്റ്റ് രീതിയിൽ വരും കേട്ടോ. പിന്നീട് നമുക്ക് ഐലൈനർ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഐലൈനർ വരച്ചെടുക്കുമ്പോൾ നമ്മളെ കണ്ണിൻ്റെ മണ്ടയിൽ മാത്രം വരയ്ക്കണം, അതാകുമ്പോൾ നമുക്കൊരു ക്ലാസിക് ലുക്ക് കിട്ടുമേ. അങ്ങനെ ഞാൻ 2 കണ്ണിൽ ഐലൈനർ വരച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നീട് ആ ഒരു ബ്രൈഡൽ കിറ്റിൽ തന്നെ മസ്കാര ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ മസ്കാര എടുത്ത് തന്നെ കണ്ണി ഇട്ട് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ മസ്കാര ഐലൈനറും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്റെ താഴെയൊക്കെ വന്ന കരി ഒന്ന് മായ്ച്ചു കൊടുക്കുന്നുണ്ടേ. അതിനുശേഷം ഞാൻ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക് ആ ഒരു ബ്രൈഡൽ കിറ്റിന്റെ കൂടെ തന്നെയാണ് കേട്ടോ കിട്ടിയത്. നമ്മൾ ഈ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നല്ല കളറുള്ള ലിപ്സ്റ്റിക് മാത്രമേ ഇടാവുള്ളൂ, കാരണം അത് നമ്മൾ എടുത്ത് കാണിക്കും കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഈ ന്യൂഡ് കളറൊക്കെ ഇടുമ്പോൾ നമുക്ക് ഒരു മങ്ങിയ നിറമായിരിക്കും കാണിക്കുന്നത്. ആ ഒരു റെഡിഷ് കളർ ഇട്ടതിന് ശേഷം ഞാൻ ഇതിന്റെ മണ്ടയിൽ കൂടെ ഒരു ന്യൂഡ് കളറും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കിന് നല്ലൊരു ഫിനിഷ് ലുക്ക് കിട്ടും. പിന്നീട് ഞാൻ ഇങ്ങനത്തെ ഉള്ള ഒരു മാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചേരുമെന്ന് എനിക്കറിയത്തില്ല, കുറേ നേരം വെച്ച് നോക്കിയപ്പം വിചാരിച്ചെങ്കിൽ പിന്നെ ഇത് അങ്ങിട്ടേക്കാന്ന് വിചാരിച്ചു. മാലയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒരു കാര്യം മാത്രം മറന്നുപോയത്, നമ്മൾ പിരിക ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ പിരിക കാജൽ വെച്ചിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഐബ്രോ പെൻസിൽ അത്ര നല്ല കളർ ഇല്ലാത്തതാണ് കേട്ടോ. അതിനൊരു ബ്രൗൺ കളറാണ്. എൻ്റെ ബ്ലാക്ക് പിരികോ ആയതുകൊണ്ട് അതായിട്ട് ചേരത്തില്ല. ഞാൻ ഈ 2 കമ്മലാണ് കേട്ടോ ഇടുന്നത്, ഒരു ചെറിയൊരു ജിമിക്കയാണേ. പിന്നീട് ഞാൻ ആ ഒരു ഐലൈനർ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിട്ട് കൊടുത്തു കേട്ടോ. എനിക്ക് ഒട്ടിപ്പ് പൊട്ടുകളെയും കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നീട് ഞാൻ എൻ്റെ ഫ്രണ്ടിലത്തെ ഹെയർ മാത്രം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അഥവാ നിങ്ങൾ ഫുള്ളും സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെയർ സിറം വല്ലതും ഉപയോഗിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ 2 സൈഡിൽ നിന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് എടുത്തു കേട്ടോ. അങ്ങനെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.
പിന്നീട് ഞാൻ 2 കയ്യില് ബാംഗിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ സാരി കൊടുക്കുമ്പോ ബാംഗിൾസിന് പകരം ഏറ്റവും കൂടുതൽ ചേരുന്നത് വാച്ചാണ് കേട്ടോ. ഗോൾഡൻ വാച്ച് ഒക്കെ നന്നായിട്ട് ചേരും കേട്ടോ. ഞാൻ 2 കയ്യില് വള ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നീട് മൂക്കുത്തിയിട്ട് എന്തിനാ കുറയ്ക്കുന്ന, അതും കൂടെ വെച്ചേക്കാന്ന് വിചാരിച്ചു. ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.